ഹായ് ഓൾ, എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നൊരു ചിക്കൻ കുറുമയുടെ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ അത് എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കിയാലോ. പാൻ ചൂടായി വരുമ്പോൾ അതിലേക്ക് 2 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് ഒരു സവാള ചെറുതായിട്ട് കട്ട് ചെയ്ത് ചേർത്ത് ഒന്ന് വഴറ്റിയെടുക്കാം. ഇനി ഇതിലേക്ക് ഒരു 15-20 കാഷ്നട്ടും ഒരു 10 ആൽമണ്ടും ചേർത്ത് കൊടുക്കാം. ഇത് നമുക്കൊന്ന് ചെറുതായിട്ട് റോസ്റ്റ് ചെയ്തെടുക്കാം. ഒരു 4 മിനിറ്റ്, അതിൽ കൂടുതലൊന്നും വേണ്ട. ഈ ഒരു പരുവം മതി. അതിനുശേഷം നമുക്ക് നന്നായിട്ടൊന്ന് അരച്ചെടുക്കണം. ഇനി നമുക്കൊരു പാൻ ചൂടാക്കി അതിലേക്ക് 4 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ കുരുമുളക് പൊടിയും 1.5 ടീസ്പൂൺ പെരിഞ്ജീരക പൊടിയും കുറച്ച് കറിവേപ്പിലയും കൂടി ചേർത്തൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അതിനുശേഷം ചെറുതായി അരിഞ്ഞ 2 സവാള കൂടി ചേർത്തൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇതിലേക്ക് ക്രഷ് ചെയ്ത ഇഞ്ചി വെളുത്തുള്ളിയും 4 പച്ചമുളക് കൂടെ ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ടേസ്റ്റിന് ആവശ്യമായ ഉപ്പൂടെ നമുക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന തക്കാളി കൂടി ചേർത്ത് കൊടുക്കാം. ഒരു മീഡിയം സൈസ് തക്കാളിയാണ് ഞാനിവിടെ ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഇനി ഒരു 1.5 ടേബിൾ സ്പൂൺ തൈരൂടെ ചേർത്ത് നമുക്കൊന്ന് മിക്സ് ചെയ്തെടുക്കാം. മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് ക്ലീൻ ചെയ്ത് വെച്ചിരിക്കുന്ന ചിക്കൻ ചേർത്ത് കൊടുക്കാം. ഇനി ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കാം. മിക്സ് ചെയ്തതിന് ശേഷം 1 കപ്പ് തേങ്ങാപ്പാലൂടെ ചേർത്ത് നമുക്കിത് കുക്ക് ചെയ്തെടുക്കാം. ചിക്കൻ പകുതി കുക്കായി വരുമ്പോൾ നമ്മൾ ഫസ്റ്റ് അരച്ചു വെച്ചിട്ടുള്ള ആ ഒരു ആൽമണ്ട് കാഷ്യൂ പേസ്റ്റ് ചേർത്ത് കൊടുക്കാം. ആവശ്യമെങ്കിൽ മാത്രം ഈ ഒരു ടൈമിൽ നമുക്ക് കുറച്ച് ചൂടുവെള്ളം കൂടി ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഞാനിതിൽ വെള്ളമൊന്നും ചേർത്തിട്ടില്ല, ചിക്കനിൽ നൂർന്ന് വന്ന വെള്ളം തന്നെയാണ്. ഇനി ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ ഗരം മസാലയും കൂടെ ചേർത്ത് നമുക്കിത് കുക്ക് ചെയ്തെടുക്കാം. ഇപ്പോൾ ഈ ചിക്കൻ പെർഫെക്റ്റ് ആയിട്ട് കുക്കായി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ നെയ്യും കുറച്ച് മല്ലിയിലയും കൂടി ചേർത്ത് കൊടുക്കാം. അപ്പോൾ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള ചിക്കൻ കുറുമ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അത് കണ്ടാൽ തന്നെ മനസ്സിലാവും, നല്ല കുറുക്കി എടുത്തിട്ടുള്ള നല്ല തിക്ക് ഗ്രേവി ആയിട്ടാണ് നമുക്കിത് കിട്ടിയിട്ടുള്ളത്. അപ്പത്തിൻ്റെ കൂടെയും നെയ്ച്ചോറിൻ്റെ കൂടെയും ചപ്പാത്തിയുടെ കൂടെയൊക്കെ നല്ല ബെസ്റ്റ് കോംബോയാണിത്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കി ഫീഡ്ബാക്ക് അറിയിക്കുക. എൻ്റെ ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ, സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഇനി പുതിയൊരു റെസിപ്പിയുമായി കാണും വരേക്കും ബൈ, ടേക്ക് കെയർ, താങ്ക് യു ഫോർ വാച്ചിങ്.